ലക്ഷക്കണക്കിന് വിശ്വാസികളെ ട്രെയിനിന് മുൻപിൽ നിർത്തുന്നത് ആരാണ്? എന്തിന്? കോട്ടയത്ത് നിന്നും വരുന്ന ആ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് തുടർച്ചയായി ഹോൺ മുഴക്കിയപ്പോൾ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ചേർത്ത് പിടിക്കും പോലെ ഷൈനി എന്ന സഹോദരി തന്റെ പെൺകുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് കണ്ണുകൾ ഇറുക്കിയടച്ച് പാഞ്ഞു വന്ന ട്രെയിനിന് മുൻപിൽ കുനിഞ്ഞു നിന്നുവെന്നാണ് പൈലറ്റിന്റെ മൊഴി. നിമിഷ നേരം കൊണ്ട് ആ അമ്മയും കുഞ്ഞുങ്ങളും ചിന്നിച്ചിതറി എവിടെയൊക്കെയോ തെറിച്ചു വീണു. പുഞ്ചിരിക്കുന്ന ആ നിഷ്കളങ്കമായ മുഖങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കും ദൈവമേ അവർക്ക് കിട്ടിയിരിക്കുക. കിട്ടിയ ഭാഗങ്ങൾ വാരിയെടുത്ത് പെട്ടിയിലാക്കി വെള്ള വസ്ത്രധാരികൾ പാട്ടും പാടി ചുങ്കത്തെ പള്ളിയുടെ 2 കുഴികളിലേക്ക് ഇറക്കിയപ്പോൾ ഹൃദയം നുറങ്ങിയത് ഒരു നാടിന്റെ മാത്രമല്ല, ലോക മലയാളികളുടെ മുഴുവൻ മനസ്സാണ്. ആരാണ് ഈ സാഹചര്യം ഉണ്ടാക്കിയത്? സംശയമില്ല, ഒന്നാം പ്രതി സ്വന്തം ഭർത്താവ് തന്നെയാണ്. അവന്റെ പേര് പറയാൻ അറപ്പ് പോകുന്നു. പിന്നെ സമുദായവും. നാഴികയ്ക്ക് 40 വട്ടം ഒരുമ, തനിമ, ശുദ്ധി എന്നൊക്കെ വിളിച്ചു പറയുന്ന ഈ സമുദായത്തിൽ ആരുമില്ലായിരുന്നോ ഇവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ? അതെങ്ങനെ? സ്വന്തം സഹോദരൻ കർത്താവിന്റെ പ്രതിപുരുഷനായി കുടുംബത്തിലുള്ളപ്പോൾ നാട്ടുകാർക്കും സമുദായത്തിനും എന്ത് കാര്യം? വിവാഹ സമയത്ത് സ്ത്രീ അപ്പനെയും അമ്മനെയും വിട്ട് ഭർത്താവിനൊപ്പം ചേരുമെന്നും അവർ ഒരു ശരീരമായി മാറുമെന്നും പറയുന്ന പുരോഹിതനായ സഹോദരനാണ് ഇവർ ഒന്നാകാതിരിക്കാൻ ശ്രമിച്ച പ്രധാന വില്ലൻ. ഇത് കോട്ടയത്ത് നടന്ന ദാരുണ സംഭവത്തെ കുറിച്ച് ഏതോ വിശ്വാസി എഴുതിയത്. ഇതുപോലെ ഒരു അവസ്ഥ എറണാകുളത്ത് നടക്കുന്നു. എറണാകുളം രൂപതയിലെ ലക്ഷക്കണക്കിന് വിശ്വാസികളെ ആ അമ്മ 2 മക്കളെ ട്രെയിനിന് മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തതുപോലെ യഥാർത്ഥ വിശ്വാസികളെ വിമത വൈദികരുടെയും വിമതരുടെയും മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ആരാണ്? അവരുടെ ലക്ഷ്യം എന്താണ്? ഈ വിവരം അറിഞ്ഞിട്ടും സിനഡ് പിതാക്കന്മാർ കണ്ണടച്ച് കയ്യും കെട്ടി മൗനം പാലിക്കുന്നു. കോട്ടയത്തെ അമ്മയെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുമ്പോൾ എറണാകുളം വിശ്വാസികളെ മനഃപൂർവ്വം കൊലക്കി കൊടുക്കുമ്പോൾ രക്ഷിക്കാൻ, അവരെ രക്ഷിക്കുവാൻ, ഒപ്പം കരയുവാൻ, പ്രശ്നം പരിഹരിക്കുവാൻ ആരെങ്കിലും വരുമോ? ഈ ചോദ്യമാണ് വിശ്വാസികൾ പരസ്പരം ചോദിക്കുന്നത്. വിശ്വാസികളെ തമ്മിലടുപ്പിക്കുവാൻ, അവരെ ട്രെയിനിന്റെ അടിയിലേക്ക് വലിച്ചെറിയുവാൻ ഇനിയും സഭാപിതാക്കന്മാരെ നിങ്ങൾ ശ്രമിക്കരുത്. വിശ്വാസികൾക്ക് ഇനി ആകെ ഒരു പ്രതീക്ഷ വത്തിക്കാനിലാണ്. അവിടെ ഇപ്പോൾ മാർപ്പാപ്പ രോഗാവസ്ഥയിലും.